അങ്ങനെ ആദർശ് അറിയുകയാണ് അഭിയാണ് തന്നെ ജയിലിൽ കയറ്റിയതെന്നും തന്നെ കുടുക്കിയത് എന്ന സത്യം ആദർശ് അറിയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അനി എന്തിനാണ് വിളിക്കുന്നത്, ഇനി അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു. അങ്ങനെ നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അനി, എന്താണ് അനന്തപുരിയിലെ അവസ്ഥ? ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനേച്ചി ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കുമല്ലേ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു. ശരിയാണ് നന്ദു, ഞാനേച്ചി വലിയ വിഷമത്തിലാണ്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, തല കറങ്ങി കിടക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താ പറ്റിയത് ചേച്ചിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. പ്രശ്നമൊന്നുമില്ലെന്നേ, ഭക്ഷണം കഴിക്കാതിരുന്നിട്ടായിരിക്കും തല കറങ്ങി വീണു, പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വന്നിട്ടുമില്ല എന്നൊക്കെ പറയുകയാണ്. എടാ, ആദർശേട്ടൻ്റെ കാര്യം എന്തായി? ആദർശേട്ടൻ ജയിലിലല്ലേ, പുറത്ത് വരുന്ന കാര്യമൊക്കെ ശരിയായോ? അത് കേട്ട് അനി പറയുകയാണ്, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, ആദർശേട്ടന് ഒന്നും സംഭവിക്കില്ല, ആരോ കുടുക്കിയതാണ് ആദർശേട്ടനെ, ആദർശേട്ടനെ പുറത്തിറക്കുന്ന കാര്യമല്ല മുത്തശ്ശൻ നോക്കിക്കോളൂ, AN ജ്വല്ലറിക്കാർ കുടുക്കിയതാണ് ആദർശേട്ടനെ. അങ്ങനെ അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു കനകയും ഗോവിന്ദനെയും വിളിക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനേച്ചി ടെൻഷൻ കാരണം തല ചുറ്റി വീണു എന്ന് നന്ദു പറയുകയാണ്. നിന്നോട് ഇക്കാര്യം ആരാ പറഞ്ഞത്, അനിയാണോ എന്ന് കനക ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, അതെ, അനിയാണ് എന്നോട് കാര്യം പറഞ്ഞത്, അവൻ ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്തതാ, അപ്പോഴാണ് കാര്യം പറഞ്ഞത്, ചേച്ചിക്ക് ടെൻഷൻ കാരണമായിരിക്കും തല ചുറ്റി വീണത് എന്നൊക്കെ പറയുകയാണ് നന്ദു. അത് കേട്ട് കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പാവം എൻ്റെ നയന മോള്, അവരുടെ ജീവിതത്തിൽ സന്തോഷം വന്നപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ദുഃഖവാർത്ത വന്നല്ലോ, എന്തായി ആദർശിൻ്റെ കാര്യങ്ങൾ, മോനെ പുറത്തിറക്കാൻ പറ്റുമോ? അതോർത്ത് അമ്മ വിഷമിക്കേണ്ട, മൂർത്തി സാർ എങ്ങനെയായാലും ആദർശേട്ടനെ പുറത്തിറക്കും. അതൊക്കെ ശരിയാണ് മോളെ, എന്നാൽ നയന മോൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ് അമ്മ എൻ്റെയും ടെൻഷൻ, നയനേച്ചി ആകെ വിഷമത്തിലാണ് എന്ന് നന്ദുവും പറയുന്നുണ്ട്. നമുക്കെന്തായാലും നയന മോളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വേണു പറയുന്നു. അങ്ങനെ കനകയും ഗോവിന്ദനും അനന്തപുരിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി അവിടെയുണ്ട്. ആദർശിൻ്റെ കാര്യങ്ങൾ എന്തായി, അതറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് വിഷമത്തോടു കൂടി വീണു പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, വീണു അത് ഓർത്ത് വിഷമിക്കേണ്ട, അതല്ല ഞാൻ നോക്കിക്കോളാം, ആദർശ് മോനെ ആരോ ചതിച്ചതാണ്, ആദർശ് മോനെ പുറത്തിറക്കാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അധികം താമസിക്കാതെ തന്നെ മോൻ പുറത്തു വരും. ആ സമയം കനക പറയുന്നുണ്ട്, നയന മോളുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്, മോള് നല്ല ടെൻഷനിലാണ്. അത് കേട്ട് നയന പറയുന്നുണ്ട്, അമ്മ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ സമയം കനക പറയുന്നുണ്ട്, മോളെ നന്നായി ഭക്ഷണം കഴിക്കണം, ഈ അവസ്ഥയിൽ ഇത്രയും ടെൻഷൻ മോൾക്കുണ്ടാകാൻ പാടില്ല, ആദർശൻ മോനൊന്നും സംഭവിക്കില്ല, മൂർത്തി സാർ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ സമയം നവ്യ അവിടെയുണ്ട്. അങ്ങനെ കനക നവ്യയോട് പറയുന്നുണ്ട്, മോളെ നയന മോള് വിഷമിപ്പിക്കരുത്, നയന മോളുടെ കാര്യങ്ങളല്ല ഇനി മോള് ചെയ്യണം, അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവളുടെ അമ്മായിയമ്മയും എല്ലാവരും ഉണ്ട്, പിന്നെ ഞാനെന്തിനാ അവളുടെ കാര്യങ്ങൾ നോക്കണം, ഈ വീട്ടിൽ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം നോക്കാനാണ് വേറെ ആരും ഇല്ലാത്തത്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്, ആ ആദർശ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്, ഇവിടെയുള്ളവരെല്ലാം ആ ആദർശിനെ സപ്പോർട്ട് ചെയ്തു, എന്തായാലും അവന് ശിക്ഷ കിട്ടിയല്ലോ, എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുകയാണ് നവ്യ. ഇവിടെ അഭി ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ കരയുകയായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരും വന്നില്ല, ഇനി കുറച്ച് നാൾ ആ ആദർശ ജയിലിൽ കിടക്കട്ടെ. അങ്ങനെ വിഷമത്തോടു കൂടി കനകയും വേണു അനന്തപുരിയിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതേസമയം അനന്തപുരിയിൽ നയനയും ദേവ്യാനിയും വളരെ സങ്കടത്തിലാണ്. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ദേവ്യാനി നയനിയുടെ റൂമിൽ ചെന്ന് ചോദിക്കുകയാണ്, മോളെ നീ ഉറങ്ങിയില്ലേ ഇതുവരെ, ഭക്ഷണവും വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. വേണ്ട അമ്മേ, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം മനസ്സിലേക്ക് വരികയാണ്. അത് കേട്ട് ദേവ്യാനി പറയുകയാണ്, മോള് വിഷമിക്കേണ്ട, മുത്തശ്ശൻ പറഞ്ഞതല്ലേ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ആദർശ് ഇവിടെ എത്തുമെന്ന്, ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും ഇപ്പോൾ മോള് ഇറങ്ങ്, എന്തായാലും ആദർശ് വരും എന്ന് ദേവ്യാനിയും പറയുന്നുണ്ട്. ആ സമയം ഞാൻ പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയിരിക്കാം. അങ്ങനെ കനകയും ദേവ്യാനിയും കൂടി പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ വിഷമങ്ങൾ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൻ്റെ ശബ്ദം കേട്ട് നയനയും ദേവ്യാനിയും ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ നിന്ന് ആദർശ് ഇറങ്ങി വരികയാണ്. ആദർശിനെ കണ്ട നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അമ്മി ആദർശേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ അരികിലേക്ക് ഓടി വരികയാണ് നയന. അങ്ങനെ ദേവ്യാനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ആദർശേ, മോൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ,
മോൻ്റെ അവസ്ഥയോർത്ത് നമ്മൾ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നോ. ഭക്ഷണം പോലും കഴിക്കാറില്ല. എന്തായാലും എൻ്റെ പൊന്നു മോൻ ഇവിടെ എത്തിയല്ലോ. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാനേ പറയുന്നുണ്ട്, ഇത്ര ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോഴെന്തായാലും എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് ഞാൻ. അങ്ങനെ അവരകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ആദർശ് വന്നില്ല എന്ന സന്തോഷത്തിൽ അഭിയും ജലജയും സംസാരിക്കുന്നത് ആദർശ് കേൾക്കുകയാണ്. അങ്ങനെ അഭി പറയുന്നുണ്ട്, ആ ആദർശിനെ എന്തായാലും ജയിലിലാക്കി. ഇനി അവനെ ഒരിക്കലും പുറത്തിറങ്ങാൻ പോകുന്നില്ല, അവിടെ തന്നെ കിടക്കും. എന്നാൽ പുറത്തുനിന്ന് ഇതെല്ലാം ആദർശ് കേൾക്കുന്നുണ്ട്. ആ സമയം ജലജ പറയുന്നുണ്ട്, ഇനി മുത്തശ്ശൻ എങ്ങാനും അവനെ പുറത്തിറക്കിയാലോ? എങ്ങനെ പുറത്തിറങ്ങാനോ അമ്മ? ഇനി അഥവാ അവൻ പുറത്തിറങ്ങിയാൽ AN ജ്വല്ലറിക്കാർ എന്തെങ്കിലും കേസുണ്ടാക്കി അവനെ പിന്നെയും അകത്താക്കും. AN ജ്വല്ലറിക്കാരോട് എല്ലാം ചെയ്യിപ്പിച്ചത് ഞാനാണ്. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാനും എനിക്കറിയാം. AN ജ്വല്ലറിക്കാരെ വെച്ച് ഞാൻ അവനെ പൂട്ടും. ചിലപ്പോൾ വർഷങ്ങളോളം ആദർശ് ജയിലിൽ കിടക്കും. മൂർത്തി ജ്വല്ലറി തകർന്നതിന് ശേഷം AN ജ്വല്ലറിക്കാർ എനിക്ക് ജോലി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ AN ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയുകയാണ് അഭി. അങ്ങനെ ഇതെല്ലാം ചെയ്തത് അഭിയാണെന്ന കാര്യം ആദർശ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നൈനിയോട് ആദർശ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും അവനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറയണം എന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്നെ കുടുക്കിയത് അഭിയാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടു. AN ജ്വല്ലറിക്കാർക്ക് എല്ലാം ചോർത്തി കൊടുത്തത് അവൻ തന്നെയാണ്. അവൻ നമ്മുടെ കുടുംബത്തെ ചതിക്കുകയാണ്. അത് കേട്ട മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം സഹിക്കാനാകാതെ നിൽക്കുകയാണ്. ആ അഭിയുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം. നീ വാ ആദർശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ കൈ പിടിച്ച് ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ അഭിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ആദർശിനെ കണ്ട് ആകെ ഞെട്ടി കണ്ണ് തള്ളി നിൽക്കുകയാണ് അഭി. എന്താണ് നീ നോക്കുന്നത്? നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ആദർശ്. നീ എന്താ നോക്കുന്നത്? നീ ആകെ ഞെട്ടി നിൽക്കുകയാണല്ലോ. ഞാൻ ജയിലിൽ തന്നെ കിടക്കുമെന്ന് നീ കരുതിയോ? നീയല്ലേ ഇതിൻ്റെ എല്ലാം പിറകിൽ? AN ജ്വല്ലറിക്കാർക്കുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നീയല്ലേ? ഇത്രയൊന്നും ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേ? ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ ദേഷ്യം സഹിക്കാനാകാതെ അഭിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ആദർശ്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ മൂർത്തിസ് ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? മൂർത്തിസ് ജ്വല്ലറി എൻ്റെ ജീവനാണ്. ജ്വല്ലറി ഇത്രമാത്രം വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. നീ ഇവിടെ നിന്നാൽ നമ്മുടെ ജ്വല്ലറി നശിക്കും, കുടുംബവും നശിക്കും. അതുകൊണ്ട് ഇനി മുതൽ ജ്വല്ലറിയിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ സ്വത്തിൻ്റെ ഒരു അവകാശം നിനക്കുണ്ടാകില്ല എന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ പറയുകയാണ്.